മൂന്നര പതിറ്റാണ്ടിന്റെ ഇടയിലെ ഏറ്റവും മികച്ച പോളിംഗാണ് സംസ്ഥാനത്ത് നടന്നത്. കേരളത്തിലെ 45 മണ്ഡലങ്ങളിൽ 80% വോട്ടുകൾ രേഖപ്പെടുത്തി. ഞങ്ങൾ തന്നെയെന്ന് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നു. കേരളത്തിലെ മൊത്തത്തിലുള്ള വോട്ടിംഗ് ശതമാനം 78%. ഇനി കാത്തിരിപ്പിന്റെ 24 ദിനങ്ങൾ. വോട്ടെണ്ണുന്ന മെയ് 4 വരെ വോട്ടിംഗ് കേന്ദ്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ചുമതല കൂടെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരമാണ് പോളിംഗിലെ വർധന എന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നും ഇടതുമുന്നണി അവകാശപ്പെടുന്നു. ഓരോ മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരോടൊപ്പം ഇന്ന് ജനങ്ങൾ അണിനിരക്കുന്നുമുണ്ട്. ഭരണരംഗത്തുനിന്ന് പ്രതിഫലിക്കുന്ന അത്തരം കാര്യങ്ങൾ അവരനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്ന പൊതു സാഹചര്യം ആ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവിൽ ഈ ജില്ലയിൽ ഞങ്ങൾ അഭിമാനകരമായ നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ അല്ലെങ്കിൽ മുൻ ടേണിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടാണ് ഈ ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ജനാവേശം ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്നും 100-ലേറെ സീറ്റുകൾ UDFന് കിട്ടുമെന്നും നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു. കേരളം മാറുമെന്ന പ്രചരണം ജനം ഉൾക്കൊണ്ടുവെന്നും UDF അവകാശപ്പെടുന്നു. നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വോട്ടർമാരെല്ലാം വന്ന് വോട്ട് ചെയ്തു. രാവിലെ മുതൽ തന്നെ വന്ന വോട്ടർമാർ UDFന് വോട്ട് ചെയ്യുന്ന അനുഭാവികളായിട്ടുള്ള ആളുകളാണ് വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. വോട്ട് ചെയ്ത ആളുകളുടെ പ്രതികരണവും വളരെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ്. ചില ആളുകൾ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഭരണം അവസാനിപ്പിക്കാനായിട്ടുള്ള വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ജനങ്ങളുടെ മുഴുവൻ ഒരു പ്രതികരണം കാണുമ്പോൾ അവർ വളരെ വാശിയോടുകൂടി ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ മുഖഭാവം വായിക്കുമ്പോഴും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. ഒരു UDF തരംഗം കേരളത്തിലെമ്പാടും എന്ന പോലെ തന്നെ കോട്ടയം ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിൽ വലിയ മുന്നേറ്റം ഉണ്ടായെന്നും സംസ്ഥാനത്ത് ഭരണം നിശ്ചയിക്കുന്ന നിർണായക ശക്തിയായി NDA മാറുമെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.